അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് മുമ്പെടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. റിവൈസ് ചെയ്ത് എല്ലാ ഭാഗവും കിട്ടുന്നുണ്ടോ നോക്കിയ ശേഷം നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചതല്ലേ? മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് രംഗനാഥ് മിശ്ര. ഇപ്പോഴത്തെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ അരുൺകുമാർ മിശ്ര എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പൊ ആക്ടിംഗ് ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് വിജയഭാരതി സയാനിയാണ്. പക്ഷെ PSC ഉത്തരം ശ്രദ്ധിക്കണം, PSC ഉത്തരം മിക്കവാറും വരിക അരുൺകുമാർ മിശ്രയാണ്. PSC ഇതുവരെ അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, മാറ്റിയിട്ടില്ല. അപ്പൊ അരുൺകുമാർ മിശ്ര വന്നു കഴിഞ്ഞാൽ അരുൺകുമാർ മിശ്ര ഉത്തണം. ഇനി അതല്ല വിജയഭാരതി സയാനിയാണ് വരുന്നെങ്കിൽ അതാണ് ആൻസർ. ഇതുവരെ കൊടുത്തിരിക്കുന്നത് അരുൺകുമാർ മിശ്രയാണ്, അതിൽ മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാഞ്ഞത്. അപ്പൊ അരുൺകുമാർ മിശ്രനെ നിങ്ങൾ പഠിച്ചിട്ട് പോവാം. ഒപ്പം വിജയഭാരതി സയാനി ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇപ്പോഴത്തെ ആക്ടിംഗ് ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് വിജയഭാരതി സയാനിയാണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷനിൽ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ചെയർമാൻ ആരാണ്? രംഗനാഥ് മിശ്ര. ഇപ്പോൾ ആരാന്ന് ചോദിച്ചാൽ അരുൺകുമാർ മിശ്ര. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? നീതി ആയോഗ് പഠിച്ചു അല്ലെ? എപ്പോഴാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ആരായിരുന്നു ആദ്യ അധ്യക്ഷൻ? ആദ്യ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാലും ഇപ്പോ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാലും ആരാണ്? നരേന്ദ്രമോദിയാണ് ആദ്യ അധ്യക്ഷൻ. എപ്പോഴും നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാവെന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയാണ് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെയും ചോദ്യം വരും, നീതി ആയോഗിന്റെ അധ്യക്ഷ പദവിയിൽ ആരായിരിക്കും? താഴെ പ്രധാനമന്ത്രി, പ്രസിഡന്റ് അങ്ങനെയൊക്കെ കൊടുക്കും. ആരാണ്? പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയാണ്. 2015 ജനുവരി 1 നിലവിൽ വന്നത്. ആദ്യ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദി. ആദ്യ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അരവിന്ദ് പനഗരിയ. ഓക്കെ, ഇനി ആദ്യ CEO ആരാന്ന് ചോദിച്ചാൽ സിന്ധു ശ്രീ കുള്ളർ ആണ്. സിന്ധു ശ്രീ കുള്ളർ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നതല്ലേ? ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്ന ഏതാന്ന് ചോദിച്ചാൽ അത് നീതി ആയോഗാണ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഏതാന്ന് ചോദിച്ചാലും നീതി ആയോഗാണ് അല്ലെ? ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്നതല്ലേ? 2015 ജനുവരി 1 നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു. ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് ഗുൽസാരിലാൽ നന്ദ അല്ലെ? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1950 മാർച്ച് 15 അല്ലെ? 1950 മാർച്ച് 15. അപ്പൊ പഠിച്ച ഭാഗങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. മനുഷ്യാവകാശ കമ്മീഷൻ ഓക്കെ അല്ലെ? എപ്പോഴാണ് നിലവിൽ വന്നത്? 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇനി മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാ? ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആര് എന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയാണ് കേട്ടോ. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 32 ഇനി ഹൈക്കോടതി ആണെങ്കിൽ ആർട്ടിക്കിൾ 226. ഓക്കെ, അതും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി റിട്ട് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റിട്ട് ബ്രിട്ടൻ അങ്ങനെ പഠിക്കാൻ പറ്റുന്നത്. റിട്ട് ബ്രിട്ടൻ. ഓക്കെ, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതി. ഇനി മൗലികാവകാശങ്ങളുടെ ശില്പി ആരാന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു വനിത ആരാന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ് അല്ലെ? ഇന്ത്യയുടെ ഉരുക്കു വനിത ആരാന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി. ഇനി തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ആരാണ്? മാർത്താണ്ഡവർമ്മ. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും മാർത്താണ്ഡവർമ്മയാണ്. കുളച്ചൽ യുദ്ധത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാലും മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ക്യാപ്റ്റൻ ഡിലനോയ് ആണ്. ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയ്. ഇനി കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏത് എന്ന് ചോദിച്ചാലും കുളച്ചൽ യുദ്ധമാണ്. ഓക്കെ, ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധം. ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. പിന്നെ നമുക്ക് വർഷങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. ഓർഡറിൽ ഒന്നും കൂടി വർഷങ്ങൾ പറഞ്ഞു വന്നാലോ? എപ്പോഴാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നത്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതാന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപം 1697 കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? അത് ഗിഫോർഡ് ആണ് അല്ലെ? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ഇനി ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എപ്പോഴാണ്? 1721. ഓക്കെ, 1721. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയുടെ പേരെന്താണ്? അത് വേണാട് ഉടമ്പടി. 1723 വേണാട് ഉടമ്പടി. തിരുവിതാംകൂറിന്റെ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് അതിൽ ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ് അല്ലെ? ആരാണ്? മാർത്താണ്ഡവർമ്മ. 1723 വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി 1723. ഓക്കെ,
പിന്നെ നമ്മൾ ഇത് പഠിച്ചു, ഒന്നാം പഴശ്ശി കലാപം, രണ്ടാം പഴശ്ശി കലാപം. ഇനി പഴശ്ശി കലാപത്തിന്റെ ഇങ്ങനെ ചോദ്യം വരും, പഴശ്ശി കലാപങ്ങളുടെ കാലഘട്ടം ഏത്? 1793 മുതൽ 1805 വരെ. അത് നമുക്ക് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും. എന്താണ് ഒന്നാം പഴശ്ശി കലാപം വേറെ, രണ്ടാം പഴശ്ശി കലാപം വേറെ എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ പഴശ്ശി കലാപങ്ങളുടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടും ഒപ്പമാവൂലേ? അപ്പൊ തുടങ്ങുന്നത് എപ്പോഴാണ്? 1793 അവസാനിക്കുന്നത് 1805. ഇനി ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം ചോദിച്ചാൽ 1793 മുതൽ 1797 വരെയാണ്. രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1800 മുതൽ 1805 വരെയാണ്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ അത് പുരളിമല. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രമാണ് പുരളിമല. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ഞാൻ കുറെ വട്ടം പറഞ്ഞു തന്നു. നമ്മൾ എങ്ങനെ പഠിച്ചു? തലശ്ശേരി, തലയിൽ മുടി വെട്ടാൻ ആര് വേണം? ബാർബർ വേണം. TH ബാബർ തലശ്ശേരി സബ് കളക്ടർ. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ അല്ലെങ്കിൽ കുറിച്യ കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ എന്നൊക്കെ ചോദിച്ച ആരാണ്? തോമസ് ഹാർവേ ബാബർ. ആരാണ്? തോമസ് ഹാർവേ ബാബർ. 1805 രണ്ടാം പഴശ്ശി കലാപം അവസാനിച്ചത്. ഇനി രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? അത് തലക്കൽ ചന്തു ആണ്. രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ തലക്കൽ ചന്തു. ഇനി കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് രാമൻ നമ്പി അഥവാ രാമനമ്പി അല്ലെ. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് രാമൻ നമ്പി അഥവാ രാമനമ്പിയാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? കുണ്ടറ വിളംബരം നടന്നത് എപ്പോഴാണ്? കുണ്ടറ വിളംബരം 1809 വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. 1809 കുണ്ടറ വിളംബരം നടന്നത്. 1812 കുറിച്യ കലാപം നടന്നത്. 1812 കുറിച്യ കലാപം നടന്നത്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ രാമനമ്പി അഥവാ രാമൻ നമ്പി. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ്? കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ആരാണ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ? അത് തോമസ് വാർഡൻ ആണ് അല്ലെ. ആരാണ്? തോമസ് വാർഡൻ ആണ്. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ തോമസ് വാർഡൻ. ഇനി 1888 എന്താണ് നടന്നത്? എന്തോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. 1888 ശ്രീനാരായണ ഗുരു എന്തോ നടത്തിയില്ലേ? എന്താണ്? ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1888. ഇനി അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം 1887. ഓക്കെ, 1887 അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത്. പിന്നെ എന്ത് പഠിച്ചു? മലയാളി മെമ്മോറിയൽ നടന്ന വർഷം എപ്പോഴാണ്? 1891 മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ള. പിന്നെ ഏത് പഠിച്ചു? ഈഴവ മെമ്മോറിയൽ. അതിനു മുമ്പ് 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 1893. ഇനി ഈഴവ മെമ്മോറിയൽ നടന്ന വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 1896. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പൽപ്പു ആണ് അല്ലെ. ഡോക്ടർ പൽപ്പു. ഈ ഡോക്ടർ പൽപ്പു ആണ് മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാലും ഡോക്ടർ പൽപ്പു ആണ് അല്ലെ. മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാലും ഡോക്ടർ പൽപ്പു ആണ്. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്താണ്? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം 1891. മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും എതിർ മെമ്മോറിയലും എല്ലാം സമർപ്പിച്ചത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ്. ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? 1888 അരിവിപ്പുറം പ്രതിഷ്ഠ പഠിച്ചു. 1891 മലയാളി മെമ്മോറിയൽ. 1893 നമ്മൾ എന്ത് പഠിച്ചു? വില്ലുവണ്ടി യാത്ര പഠിച്ചു. 1896 നമ്മൾ ഈഴവ മെമ്മോറിയൽ പഠിച്ചത്. ഓക്കെ, അതുവരെ ക്ലിയർ അല്ലേ? പിന്നെ 1915 കല്ലുമാല സമരം. പിന്നെ അതിന്റെ ഇടയിൽ 1903 SNDP സ്ഥാപിതമായത്. 1903 മെയ് 15 SNDP സ്ഥാപിതമായത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. SNDP സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ 1903 മെയ് 15 കേട്ടോ. 1903 മെയ് 15. 1915 കല്ലുമാല സമരം നടന്നത്. ഓക്കെ, അതുവരെ ഓക്കെ അല്ലേ? ഇനി വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ്? 1924 അല്ലേ. 1924. അതുപോലെ തന്നെ 1924 നമ്മൾ വേറൊരു കാര്യം കൂടി പഠിച്ചിരുന്നു. 99 വെള്ളപ്പൊക്കം നടന്ന വർഷം പെരിയാറിലല്ലേ നടന്നത്? ഏറ്റവും വലിയ നദി ഏതാന്ന് ചോദിച്ചാൽ പെരിയാറാണ്. 99 വെള്ളപ്പൊക്കം നടന്ന വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 1924. എന്തുകൊണ്ടാണ് അത് 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത്? കൊല്ലവർഷം 1099 കേട്ടോ. 1099 നടന്നത്. അതുകൊണ്ട് തന്നെ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നു. ഇനി 99 വെള്ളപ്പൊക്കം
നടന്ന വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 1999 പോയി കുത്തരുത്. എന്താണ് നമ്മുടെ ഉത്തരം? 1924 കേട്ടോ വൈക്കം സത്യാഗ്രഹം നടന്ന സമയം. ഓക്കെ, വൈക്കം സത്യാഗ്രഹം നടന്ന സമയം. ആരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? ടി.കെ. മാധവനാണ് അല്ലെ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ടി.കെ. മാധവനാണ്. ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം അല്ലെ, ദക്ഷിണേന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം ഏതാന്ന് ചോദിച്ചാലും വൈക്കം സത്യാഗ്രഹമാണ്. 1924. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എപ്പോഴാണ്? 1936 അല്ലെ. 1936 ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ്? 1930. ഉപ്പ് സത്യാഗ്രഹം. ഓക്കെ, ഉപ്പ് സത്യാഗ്രഹം 1930. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 1930. ഉപ്പ് സത്യാഗ്രഹം നടന്ന അറിയാലോ, 1930. ഓക്കെ, പിന്നെ നമ്മൾ ഇത് പഠിച്ചു. ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാന്ന് ചോദിച്ചാൽ കെ. കേളപ്പനാണ് അല്ലെ. കെ. കേളപ്പൻ. എന്താണ് അദ്ദേഹം അറിയപ്പെടുന്നത്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ കെ. കേളപ്പനാണ് അല്ലെ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ കെ. കേളപ്പനാണ്. പിന്നെ അടുത്ത വർഷം ഏതാണ്? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം എപ്പോഴാണ്? 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ പുന്നപ്ര വയലാർ സമരം 1946. അതുവരെ എല്ലാ ഭാഗങ്ങളും കിട്ടുന്നുണ്ടല്ലോ. ഇനി ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എന്തൊക്കെ നമ്മൾ പഠിച്ചു? അരുവിപ്പുറം പ്രതിഷ്ഠ നമുക്കറിയാം 1888 ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ജി. ശങ്കരക്കുറുപ്പാണ്. ഈ ശങ്കരം വെച്ച് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ നെയ്യാറിലെ ശങ്കരൻ കുഴിയാണ്. ഇനി ശ്രീനാരായണ ഗുരു അറിയപ്പെടുന്ന പേര് നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാന്ന് ചോദിക്കൂല്ലേ? നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, ഇതൊക്കെ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ മലയാളി ആരാന്ന് ചോദിച്ചാലും ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. എല്ലാ ഭാഗങ്ങളും കിട്ടുന്നുണ്ടല്ലോ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടും ഇമ്പോർട്ടന്റ് ആയത്. പിന്നെ എന്താണ്? ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1925 ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയത്. അതും പഠിച്ചു വെക്കണേ. ശ്രീനാരായണ ഗുരു ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയത് 1925. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1922. ഓക്കെ, എല്ലാ ഭാഗവും എന്തായാലും കിട്ടണം. ഓക്കെ അല്ലേ? പിന്നെ ശ്രീനാരായണ ഗുരു അതുപോലെ ആരെ പഠിച്ചു? വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി ഒക്കെ ഓർമ്മ ഉണ്ടല്ലോ. പുലേരുടെ രാജാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് ഗാന്ധിജിയാണ് അല്ലേ. അയ്യങ്കാളി എന്താണ് അറിയപ്പെടുന്നത്? അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും അയ്യങ്കാളിയാണ്. എന്തൊക്കെയാണ്? അധസ്ഥിതരുടെ പടത്തലവൻ അല്ലേ. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാലും AK ഗോപാലൻ. ഓക്കെ, പട്ടിണി ജാഥക്ക് നേതൃത്വം നയിച്ചത് ആരാന്ന് ചോദിച്ചാലും AK ഗോപാലൻ. ഓക്കെ, ഇനി വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ. കേരള മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കർ. പഴശ്ശിയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കർ. വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കർ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 1857 വിപ്ലവം നമ്മൾ പഠിച്ചു അല്ലെ. എവിടെ നിന്നാണ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്? അത് മീററ്റിൽ നിന്നാണ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ മീററ്റിൽ നിന്നാണ്. ആദ്യ രക്തസാക്ഷി ആരാന്ന് ചോദിച്ചാൽ അത് മംഗൾ പാണ്ഡെയാണ്. ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. എല്ലാ ഭാഗം കിട്ടുന്നുണ്ടല്ലോ. ആദ്യ രക്തസാക്ഷി ആരാന്ന് വെച്ചാൽ മറക്കരുത്, മംഗൾ പാണ്ഡെയാണ്. 1857 വിപ്ലവത്തിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ചപ്പാത്തി വിപ്ലവം, അതുപോലെ തന്നെ ചപ്പാത്തി വിപ്ലവം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ശിപ്പായി ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ 1857 വിപ്ലവമാണ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അതിനുണ്ട് ഒരുപാട് വിശേഷണങ്ങൾ. ഓക്കെ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നു. കൊട്ടാര വിപ്ലവം, മതപരമായ വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് കേട്ടോ. രക്തരഹിത വിപ്ലവം, കൊട്ടാര വിപ്ലവം, മതപരമായ വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിനെ പറ്റി ചെറിയൊരു കണക്ഷൻ പഠിച്ചിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന ആരാ, അല്ലെങ്കിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് നെപ്പോളിയൻ ആണ്. നെപ്പോളിയനെ 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആരാണ്? അത് ആർത്തർ വെല്ലസ്ലിയാണ്. ഈ ആർത്തർ വെല്ലസ്ലിയാണ് രണ്ടാം പഴശ്ശി കലാപ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ. അത് നിങ്ങൾ അറിഞ്ഞു വെച്ചോ. എന്താണ് അദ്ദേഹം അറിയപ്പെടുന്നത്? ആർത്തർ വെല്ലസ്ലി. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആർത്തർ വെല്ലസ്ലിയാണ്. അപ്പൊ 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. അതിന്റെ വിശേഷണങ്ങളും നമ്മൾ പറഞ്ഞു. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് VD സാവർക്കർ ആണ് അല്ലെ. VD സാവർക്കർ ആണ്.
എല്ലാ ഭാഗം കിട്ടുന്നുണ്ടല്ലോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാം വർഷങ്ങളും പറഞ്ഞു പോയതാണ്. ഏതെങ്കിലും വർഷം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാം ഓർഡറിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളും കമന്റ് ചെയ്യുക, കുഴപ്പമില്ല. ഞാൻ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും, ഏതെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ 1857 വിപ്ലവത്തിൽ ഓരോ സ്ഥലങ്ങളിലും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. 1857 വിപ്ലവത്തിൽ ഓരോ സ്ഥലങ്ങളിലും ആരാണ് നേതൃത്വം നൽകിയത് അല്ലേ? കാൺപൂരിൽ ആരാണ്? കാൺപൂരിൽ നാനാ സാഹിബാണ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേരെന്താണ്? ദോണ്ടു പന്ത് എന്നാണ് അല്ലേ? നാനാ സാഹിബിന്റെ യഥാർത്ഥ പേരാണ് ദോണ്ടു പന്ത്. കാൺപൂരിലെ നാനാ സാഹിബ്, ഡൽഹി ഭക്ത് ഖാൻ, പിന്നെ ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ഝാൻസിയിൽ ആരാന്ന് വെച്ചാൽ റാണി ലക്ഷ്മിബായി. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താണ്? അത് മണികർണിക അല്ലെ? മണികർണിക. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേരാണ് മണികർണിക. ഝാൻസി റാണി ലക്ഷ്മിബായി. ഝാൻസിയിൽ ആരാന്ന് വെച്ചാൽ റാണി ലക്ഷ്മിബായി. ഗോളിയോറിൽ ആരാന്ന് വെച്ചാലും റാണി ലക്ഷ്മിബായിയും, പിന്നെ ആരാണ് ഗോളിയോറിൽ? റാണി ലക്ഷ്മിബായി. പിന്നെ അതുപോലെ തന്നെ താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേരെന്താണ്? താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ്. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ് താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര്. ഓക്കെ, എല്ലാ ഭാഗവും കിട്ടുന്നുണ്ടല്ലോ. ഇനി 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് കൻവർ സിംഗ് ആണ് അല്ലേ? വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ കൻവർ സിംഗ് ആണ്. ഓക്കെ, എല്ലാ ഭാഗവും ഓർത്തു വെക്കാട്ടോ. ഏതെങ്കിലും ഭാഗം കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ചുരങ്ങൾ പഠിച്ചിരുന്നു. ലിപ്പുലേഖ് ചുരം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ലിപ്പുലേഖ്. ലിപ്പ് എന്തിനാണ്? ലിപ്പ് എന്തിനാണ്? ഉത്തരം പറയാൻ നമുക്ക് ലിപ്പ് വേണം. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപ്പുലേഖ് ചുരം. പിന്നെ ഹിമാചൽ പ്രദേശ്, ഹിമത്തിൽ ഇടിച്ചിട്ടാണ് കപ്പൽ തകർന്നത്. ടൈറ്റാനിക് കപ്പൽ ഹിമത്തിൽ ഇടിച്ചിട്ടാണ് തകർന്നത്. അങ്ങനെ ഹിമം ആലോചിച്ച് വെക്കാൻ പറഞ്ഞിരുന്നു. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കപ്പലിന് എന്ത് പറയും? ഷിപ്കില ചുരം അല്ലെ? പിന്നെ സോജില ചുരം ശ്രീനഗർ കാർഗിൽ, നാദുല ചുരം സിക്കിമും ടിബറ്റും. എല്ലാ ഭാഗം കിട്ടുന്നുണ്ടല്ലോ. പിന്നെ NW3 മറക്കരുത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. NW3 നിങ്ങൾ ശ്രദ്ധിക്കണം. മുമ്പ് അത് കൊല്ലം കോട്ടപ്പുറം ആയിരുന്നു. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നാണ്. മുമ്പ് അത് എങ്ങനെ ആയിരുന്നു എന്നും ഇപ്പൊ അത് മാറി എന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ്. അപ്പൊ കൊല്ലം കോഴിക്കോട് എന്നും രണ്ടും ഓപ്ഷൻ തന്നാൽ നമുക്ക് ഏതറിയാം? പുതിയത് ഏതാണ്? കൊല്ലം കോഴിക്കോടാണ്. അല്ലെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. എന്തായാലും കൊല്ലം കോഴിക്കോട് അതിലുണ്ടെങ്കിൽ കൊല്ലം കോഴിക്കോടാണ് ഉത്തരം. പക്ഷെ കൊല്ലം കോട്ടപ്പുറം എന്ന് മാത്രമാണ് തരുന്നതെങ്കിൽ കൊല്ലം കോട്ടപ്പുറമാണ് നമ്മുടെ ഉത്തരം. NW1 ഏതാണ്? അലഹബാദ് ഹാൽദിയ. NW2 സാദിയ ദുബ്രി. NW3 ഏതാണ്? കൊല്ലം കോഴിക്കോട്. ഇനി കൊല്ലം കോട്ടപ്പുറം എന്ന് മാത്രം തന്നാൽ കൊല്ലം കോട്ടപ്പുറമാണ് നമ്മുടെ ഉത്തരം. സാമാന്യ ബോധമുള്ള ഒരാൾക്ക് കിട്ടും കൊല്ലം കോട്ടപ്പുറമാണ് നമ്മുടെ ഉത്തരം. അപ്പൊ എല്ലാ ഭാഗങ്ങളും കിട്ടുന്നുണ്ടല്ലോ. കിട്ടാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയ ശേഷം മാത്രം എപ്പോഴും അടുത്ത ഭാഗത്തേക്ക് കടക്കുക. ഏതെങ്കിലും ഭാഗം കിട്ടുന്നില്ല നിങ്ങൾക്ക് ഇപ്പൊ തന്നെ തോന്നലുണ്ടെങ്കിൽ നിർത്തിക്കോ ക്ലാസ്. എന്നിട്ട് ആ ഭാഗം നിങ്ങൾ റിവൈസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയ ശേഷം ഈ ക്ലാസ്സും കാണുക. ഓരോ ഭാഗത്തിലേക്ക് കടക്കുമ്പോഴും മുമ്പത്തെ ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കാം. മുമ്പ് നമ്മൾ ദാദാഭായ് നവറോജിയെ പറ്റി പഠിച്ചു, രാജാറാം മോഹൻ റോയെ പറ്റി പഠിച്ചു. എല്ലാ ഭാഗങ്ങളും ഓർമ്മയില്ലേ? എന്താണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാന്ന് വെച്ചാൽ ദാദാഭായ് നവറോജിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് വെച്ചാൽ ദാദാഭായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് വെച്ചാൽ ദാദാഭായ് നവറോജിയാണ്. എല്ലാ ഭാഗം കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാന്ന് വെച്ചാലും ദാദാഭായ് നവറോജിയാണ്. ഇനി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാലും രാജാറാം മോഹൻ റോയ് ആണ്. സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാലും രാജാറാം മോഹൻ റോയ് ആണ്. എല്ലാ ഭാഗം കിട്ടുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഭാഗം കിട്ടാത്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിവൈസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. ബാലഗംഗാധര തിലക്. ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി. ലോകമാന്യ, ബാലഗംഗാധരത്തിന് ഇങ്ങനെ ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലക്കാണ്. അത് നമ്മൾ ഇനിയും പഠിച്ചു വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് തമാശയായിട്ട് തോന്നും, ഇയാൾ എന്നെ ലോകമാന്യ എന്ന് വിളിക്കുന്നത്. കാരണം അങ്ങനെയാണ്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതേ ആളാണ്. എന്നിട്ടാണ് ഇയാളെ വിളിക്കുന്നത് ലോകമാന്യ. അപ്പൊ ലോകമാന്യ എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് ബാലഗംഗാധര തിലകിനെയാണ് കേട്ടോ. ഇനി ലോക്നായക് എന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ അത് ജയപ്രകാശ് നാരായൺ. ലോക്നായക് എന്നറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായൺ. ഓക്കെ, അപ്പൊ ബാലഗംഗാധര തിലക് എന്താണ്? ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് വെച്ചാൽ ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്ര ദേശീയവാദി വിഭാഗത്തിന്റെ നേതാവ്. തീവ്ര ദേശീയവാദി വിഭാഗത്തിന്റെ നേതാവാണ് ബാലഗംഗാധര തിലക്. മൂന്നാൾക്കാരല്ലേ മെയിൻ ആയിട്ടുള്ളത്? ലാൽ ബാൽപാൽ, ഓക്കെ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, പിന്നെ ബിപിൻ ചന്ദ്രപാൽ. അങ്ങനെ മൂന്നാൾക്കാരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്ര ദേശീയവാദി വിഭാഗത്തിന്റെ നേതാക്കൾ. ഓക്കെ, ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെ എന്നൊക്കെ ചോദിച്ച ആരാണ്? ബാലഗംഗാധര തിലകാണ്. മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. എന്നിട്ടും അദ്ദേഹം എന്താണ് അറിയപ്പെടുന്നത്? ലോകമാന്യ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ ബാലഗംഗാധര തിലകാണ്. ഇനി ലോക് നായക് എന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ അത് ജയപ്രകാശ് നാരായൺ. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമര നായകൻ
നായകൻ ആരാന്ന് ചോദിച്ചാലും ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാന്ന് ചോദിച്ചാൽ അത് അരുണ അസഫ് അലി. എല്ലാം ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ, എല്ലാം ഓർത്തു വെക്കുക. അപ്പൊ ബാലഗംഗാധര തിലകാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ ആരെയാണ് വിശേഷിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്ര ദേശീയവാദ വിഭാഗത്തിന്റെ നേതാവ് ആരാന്ന് ചോദിച്ചാലും ബാലഗംഗാധര തിലകാണ്. അതെ, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വ്യക്തി, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലും ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി, ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ബാലഗംഗാധര തിലകാണ് കേട്ടോ. ഇനി യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? മദൻ മോഹൻ മാളവ്യാണ്. ഓക്കെ, കേരള മദൻ മോഹൻ മാളവ്യ അല്ല, കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ്. മദൻ മോഹൻ മാളവ്യ എന്താണ് അറിയപ്പെടുന്നത്? യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് മദൻ മോഹൻ മാളവ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാലും ബാലഗംഗാധര തിലകാണ്. എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ്, പിന്നെന്താണ് ഇന്ത്യയിൽ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നും ലോകമാന്യ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ബാലഗംഗാധര തിലകാണ്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച നേതാവ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിക്കും. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് ബാലഗംഗാധര തിലകാണ് കേട്ടോ. ആരാണ്? ബാലഗംഗാധര തിലക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടികൾ എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക പരിപാടികളെ അവധിക്കാലത്തെ വിനോദ പരിപാടികൾ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അങ്ങനെ പരിഹസിച്ച വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് എന്താണ്? അഹിംസ പറ്റൂല, അദ്ദേഹം ഹിംസയുടെ ആളാണ്. അപ്പൊ അഹിംസയെ അദ്ദേഹം പുച്ഛിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, അങ്ങനത്തെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരാൾക്ക് അഹിംസ പറ്റുമോ? ഇല്ല, അഹിംസ പറ്റൂല. അപ്പൊ അഹിംസക്ക് അയാളെതിരായിരുന്നു. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ നമുക്ക് എന്തും കിട്ടും. ഇങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കളിയാക്കിയത് ആരാന്ന് ചോദിച്ചാലും നമുക്ക് കിട്ടും. ഇനി ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടികൾ എന്ന് പറഞ്ഞ് പരിഹസിച്ചത് ആരാന്ന് ചോദിച്ചാലും ബാലഗംഗാധര തിലകാണ് കേട്ടോ. അറിഞ്ഞു വെച്ചോ, നമുക്ക് ഈ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ അത് ഓർമ്മ കിട്ടും. ഓക്കെ, മണ്ഡുകങ്ങളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് ഒന്നും നേടാനാകില്ല എന്ന് കോൺഗ്രസിനെ പരിഹസിച്ച വ്യക്തി. പിന്നെയും കോൺഗ്രസിനെ പരിഹസിച്ചു. മണ്ഡുകങ്ങളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് ഒന്നും നേടാനാകില്ല എന്ന് കോൺഗ്രസിനെ പരിഹസിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാലും ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടികൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും ബാലഗംഗാധര തിലകാണ് കേട്ടോ. ആരാണ്? ബാലഗംഗാധര തിലക്. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാന്ന് വെച്ചാലും ബാലഗംഗാധര തിലകാണ്. പിന്നെ എന്താണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചത്? സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. അങ്ങനെ പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? മണ്ഡുകങ്ങളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് ഒന്നും നേടാനാകില്ല. അതുപോലെ തന്നെ INCയുടെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടികൾ എന്ന് പറഞ്ഞ് പരിഹസിച്ചത് ആരാന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലകാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്ര ദേശീയവാദി വിഭാഗത്തിന്റെ നേതാവ് ആരാന്ന് ചോദിച്ചാലും ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലും ബാലഗംഗാധര തിലക്. ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാലും ബാലഗംഗാധര തിലക്. പിന്നെന്താണ്? ഇന്ത്യയിൽ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും ബാലഗംഗാധര തിലകാണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണല്ലോ. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വരാം. ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലക്. ഇനി ലോക്നായക് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ജയപ്രകാശ് നാരായൺ. ലോകമാന്യ ബാലഗംഗാധര തിലക്, ലോക്നായക് ആരാണ്? ജയപ്രകാശ് നാരായൺ. ഇൻ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാന്ന് ചോദിച്ചാലും ജയപ്രകാശ് നാരായൺ. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്ര ദേശീയവാദി വിഭാഗത്തിന്റെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ബാലഗംഗാധര തിലകാണ്. ഓക്കെ, ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, പിന്നെ എന്ത് പറഞ്ഞു? ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചു. പിന്നെ എന്താണ്? ഇന്ത്യയിൽ കിരീടം വെക്കാത്ത രാജകുമാരൻ.
ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാലും ആരാണ്? ബാലഗംഗാധര തിലകാണ്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അതാരാണ്? ബാലഗംഗാധര തിലകാണ്. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എന്തൊക്കെ പറഞ്ഞ് പരിഹസിച്ചു? വർഷത്തിലൊരിക്കൽ അല്ലെ, വർഷത്തിലൊരിക്കൽ മണ്ഡുകങ്ങളെ പോലെ കരഞ്ഞിട്ട് ഒന്നും നേടാനാകില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവധിക്കാല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം അല്ലെ, വാർഷിക സമ്മേളനങ്ങൾ അവധിക്കാലത്തല്ലേ നടക്കുക, അങ്ങനെ ആലോചിച്ചാൽ മതി. വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടികൾ എന്ന് പറഞ്ഞ് പരിഹസിച്ചത് ആരാന്ന് ചോദിച്ചാലും ബാലഗംഗാധര തിലകാണ്. ഓക്കെ, മണ്ഡുകങ്ങളെ പോലെ നമ്മൾ പറഞ്ഞു, മണ്ഡുകങ്ങളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് ഒന്നും നേടാനാകില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദിച്ചാലും ബാലഗംഗാധര തിലകാണ്. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്, അങ്ങനെ പറഞ്ഞതും ബാലഗംഗാധര തിലകാണ്. അപ്പൊ അതുവരെ ക്ലിയർ ആയേ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. കായലുകൾ. കായലുകളുടെ മുമ്പ് നമ്മൾ നദികൾ പഠിച്ചിരുന്നു. കേരളത്തിലെ ആകെ എത്ര നദികളാണുള്ളത്? 44 നദികളാണുള്ളത്. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞിരുന്നു ഇനി കേരളത്തിലെ കായലുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ അത് 34ആണ്. അപ്പൊ 34, 44. ഓക്കെ, 44 നദികളും 34 കായലുകളും. ഓക്കെ ആണല്ലോ? 44 നദികൾ, 34 കായലുകൾ. ഓക്കെ, കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ കായലുകളുടെ എണ്ണം നമ്മൾ പഠിച്ചു 34ആണ്. കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 44ആണ്. അതിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്രയെന്ന് ചോദിച്ചാൽ അത് 3ആണ്. കബനി, ഭവാനി, പാമ്പാർ. കിട്ടുന്നുണ്ടല്ലോ, കബനി, ഭവാനി, പാമ്പാർ. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏതാന്ന് ചോദിച്ചാൽ കബനി, കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് ഏതാന്ന് ചോദിച്ചാൽ പാമ്പാർ. ഓക്കെ, ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാന്ന് ചോദിച്ചാൽ അത് മഞ്ചേശ്വരം പുഴ. എത്ര കിലോമീറ്റർ ആണ്? 16 കിലോമീറ്റർ ആണ് കേട്ടോ. മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് പെരിയാറാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കേരളത്തിലെ കായലുകളുടെ എണ്ണം 34ആണ്. സമുദ്രമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായൽ, സമുദ്രവുമായി ബന്ധമില്ലാത്തതാണ് ശുദ്ധജല തടാകം. സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളാണ് 27 ഉള്ളത്. ഓക്കെ, മറ്റേതെന്താണ്? ശുദ്ധജല തടാകമാണ്. ഓക്കെ, മറ്റേ ശുദ്ധജല തടാകം. ഇനി ശുദ്ധജല തടാകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 7ആണ്. 27 എണ്ണം കടലുമായിട്ട് ബന്ധമുള്ളതാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. 34 കായലുകൾ ടോട്ടൽ ഉണ്ട്. അതിൽ 27 എണ്ണം കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ബാക്കി 7 എണ്ണല്ലേ ഉണ്ടാവുക? 34-ന് 27, 7അല്ലേ ഡിഫറൻസ്? അപ്പൊ 7 എണ്ണമാണ് ബാക്കി ഉണ്ടാവുക. അപ്പൊ 7 ശുദ്ധജല തടാകങ്ങളാണ് ഉള്ളത്. പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലാണ്. അതിന് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞിട്ടെ. ഏറ്റവും വലുത്, അതിലൊരു വാല്ലേ, വലുതിലൊരു വാല്ലേ, വേമ്പനാട്ടു കായലിലൊരു വാല്ലേ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ശുദ്ധജലത്തിൽ ഒരു ഷാ അല്ലേ, അതുപോലെ തന്നെ ശാസ്താംകോട്ടയിലും ഒരു ഷാ അല്ലേ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാന്ന് ചോദിച്ചാൽ ശാസ്താംകോട്ട കായലാണ്. അപ്പൊ ഏറ്റവും വലുത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വാന്ന് മാത്രം ആലോചിച്ച് നോക്കുക, വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഷാ മാത്രം ആലോചിച്ച് നോക്കുക, ശാസ്താംകോട്ട. അങ്ങനെ കണക്ട് ചെയ്തുകൂടെ നമുക്ക്? അപ്പൊ നോക്കാം. ഉൾനാടൻ ജലാശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകൾ 7 ശുദ്ധജല തടാകങ്ങളാണ്. കേരളത്തിൽ എത്ര ശുദ്ധജല തടാകങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് 7ആണ് കേട്ടോ. ടോട്ടൽ എത്ര കായലുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് 34ആണ്. ഓക്കെ, ഇനി വേമ്പനാട്ട് കായൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ് അല്ലേ? അല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുതല്ല. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതാന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായൽ ഏതാന്ന് ചോദിച്ചാൽ അത് ചിൽക്ക തടാകമാണ്. ഏതാണ്? ചിൽക്ക തടാകം. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതാന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായൽ. ഏറ്റവും നീളം കൂടുതലാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാന്ന് ചോദിച്ചാലും വേമ്പനാട്ട് കായലല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. വലുതിലും ഒരു വാണ്ട്, വലുത് എത്ര കട്ടി, വലുത് എന്ന് പറയുമ്പോൾ നമുക്കൊരു വാണ്ടാവും. ഇനി വേമ്പനാട്ടു കായലിലും നമുക്കൊരു വാണ്ടാവും. ഈ 2 വാന മാത്രം കണക്ട് ചെയ്താൽ നമുക്കത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി ശുദ്ധജലം, ശുദ്ധജലത്തിൽ ശുദ്ധ എന്ന് എഴുതുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഷാണ്ട്, ശാസ്താംകോട്ടയിലും ഒരു ഷാണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഷാ എന്ന് ആലോചിച്ച് വെച്ചാൽ ശുദ്ധജലം ശാസ്താംകോട്ട എന്ന് കിട്ടും. എന്ന് ആലോചിച്ച് വെച്ചാൽ വേമ്പനാട്ട് കായൽ ഏറ്റവും വലുതാണെന്നും കിട്ടും. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ നമ്മൾ അറിഞ്ഞു. പിന്നെന്താണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം, ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം ഏതാന്ന് ചോദിച്ചാലും വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാന്ന് ചോദിച്ചാലും വേമ്പനാട്ട് കായലാണ്. ഇനി കേരളത്തിൽ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട 3 കായലുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ. അറിഞ്ഞേ? വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ 2002-ലാണ് റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയത്. എപ്പോഴാണ്? 2002-ലാണ് വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാന്ന് ചോദിച്ചാലും വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായൽ നമുക്കറിയാനുള്ളൂ. ഞാൻ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലുത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വലുത് വേമ്പനാട്ട് കായൽ.
കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന കായൽ, കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന കായൽ ഏതാന്ന് വെച്ചാലും വേമ്പനാട്ട് കായലാണ്. കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ. കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ. ഓക്കെ. നെഹ്റു ട്രോഫി വള്ളംകളി എവിടെ നടക്കുന്നത് ചോദിച്ചാൽ പുന്നമടക്കായലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി എവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് പുന്നമടക്കായലാണ്. മദർ തെരേസ വള്ളംകളി എവിടെ നടക്കുന്നത് ചോദിച്ചാൽ അത് എവിടെയാണ്? അച്ഛൻ കോവിലാർ. എവിടെയാണ്? അച്ഛൻ കോവിലാർ. അതെങ്ങനെ ആലോചിക്കാം? മദർ തെരേസ, അവിടെ മദർ ഉണ്ട്, ഇപ്പുറത്ത് അച്ഛൻ, ഇപ്പുറത്ത് ഫാദർ വേണ്ടേ? ഇവിടെ മദർ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് ഫാദറും വേണം. അപ്പൊ മദർ തെരേസ വള്ളംകളി, അച്ഛൻ, ഫാദർ, അച്ഛൻ കോവിലാർ, മദർ തെരേസ വള്ളംകളി നമുക്ക് കിട്ടിയില്ലേ? അപ്പൊ നെഹ്റു ട്രോഫി എവിടെയെന്ന് ചോദിച്ചാൽ പുന്നമടക്കായൽ. ഓക്കെ. ഇനി ശ്രീനാരായണ ഗുരു വള്ളംകളി എവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് കന്നേറ്റി കായലാണ്. എവിടെയാണ്? കന്നേറ്റി കായൽ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? വേമ്പനാട്ട് കായൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ. വേമ്പനാട്ട് കായലിനെ പറ്റി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ആണ്, അതൊന്ന് അറിഞ്ഞു നോക്കണം. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലാണ്. പിന്നെ പുന്നമടക്കായൽ എന്നറിയപ്പെടുന്ന കായൽ ഏതാന്ന് ചോദിച്ചാലും അത് വേമ്പനാട്ട് കായലാണ്. അത്ര മെയിൻ ആയിട്ട് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തണ്ണീർത്തടം, അതും നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചോ. ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് അറിഞ്ഞു വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കായൽ ഏതാന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലാണ് കേട്ടോ. ഓക്കെ. കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന കായൽ ഏതാന്ന് വെച്ചാലും വേമ്പനാട്ടു കായലാണ്. ഇനി ശാസ്താംകോട്ട കായൽ, കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. രാജ്ഞി എവിടെ ഉണ്ടാവുക? രാജ്ഞി എവിടെ ഉണ്ടാവുക? കോട്ടയിൽ ഉണ്ടാവും അല്ലേ? രാജ്ഞി, രാജാവിന്റെ കോട്ടയിലാണ് രാജ്ഞി ഉണ്ടാവുക. അപ്പൊ ആ കോട്ട എന്ന് ആലോചിച്ചാൽ നമുക്ക് രാജ്ഞി കിട്ടും. അപ്പൊ കായലുകളുടെ രാജ്ഞി ആരാന്ന് വെച്ചാൽ അത് ശാസ്താംകോട്ടയല്ലേ? രാജ്ഞി എവിടെയാണ് ഉണ്ടാവുക? രാജാവിന്റെ കോട്ടയിലാണ് രാജ്ഞി ഉണ്ടാവുക അല്ലേ? കൊട്ടാരം എന്നുള്ളതിന് നമ്മൾ കോട്ട എന്ന് പഠിച്ചു വെച്ചാൽ മതി. കൊട്ടാരം എന്നുള്ളതിന് കോട്ട എന്ന് പഠിച്ചു വെച്ചാൽ പോരെ. അപ്പോൾ ശാസ്താംകോട്ട കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതാന്ന് വെച്ചാൽ ശാസ്താംകോട്ട. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ഞാൻ പറഞ്ഞു ശുദ്ധജലം, അതിലും ഒരു ഷാണ്ട്, ശുദ്ധജലത്തിൽ ഒരു ഷാണ്ട്, ശാസ്താംകോട്ടയിലും ഒരു ഷാണ്ട്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചൂടെ? ശുദ്ധജലത്തിലും കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, അങ്ങനെ ഒരു ഷാണ്ട്, ശാസ്താംകോട്ടയിലും ഒരു ഷാണ്ട്. അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഉത്തരം കിട്ടും. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാന്ന് വെച്ചാൽ വേമ്പനാട്ടു കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാന്ന് വെച്ചാൽ ശുദ്ധജലം ശാസ്താംകോട്ട. ശുദ്ധജലം ശാസ്താംകോട്ട അല്ലെ? ശുദ്ധജലം എവിടെയെന്ന് വെച്ചാൽ ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? കോട്ട എന്ന് ആലോചിക്കാൻ പറഞ്ഞ് രാജ്ഞി എന്ന് പഠിച്ചു. ഇനി ആ കോട്ട വെച്ച് വേറൊന്നും കൂടി പഠിച്ചോ. കോട്ടക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് പറയാ? ഫോർട്ട് എന്നല്ലേ? ഇല്ലേ? ഫോർട്ട് എന്നല്ലേ കോട്ടക്ക് പറയാ. അപ്പൊ ആ ഫോർട്ട് വെച്ചിട്ട് എഫ് എന്ന് ആലോചിച്ച് വെച്ചോ. എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാന്ന് വെച്ചാലും ശാസ്താംകോട്ട കായലാണ്. അപ്പൊ 3 പോയിന്റ് അല്ലെ പെർഫെക്റ്റ് ആക്കി നമ്മൾ പഠിച്ചില്ലേ? ഇമ്പോർട്ടന്റ് ആയത് എന്തൊക്കെ നമ്മൾ പഠിച്ചു? കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആലോചിച്ചാൽ നമ്മൾ എങ്ങനെ ആലോചിക്കണം? രാജ്ഞി എവിടെ ഉണ്ടാവും? രാജ്ഞി എവിടെ ഉണ്ടാവും? രാജാവിന്റെ കോട്ടയിൽ ഉണ്ടാവും അല്ലെ? കൊട്ടാരം എന്ന് പഠിച്ചു വെക്കേണ്ട, രാജാവിന്റെ കോട്ട. അപ്പൊ ശാസ്താംകോട്ടയാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. പിന്നെ അടുത്ത നമ്മൾ പഠിച്ചതാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ശുദ്ധജലത്തിലും ഒരു ഷാണ്ട്, ശാസ്താംകോട്ടയിലും ഒരു ഷാണ്ട്. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. മൂന്നാമത് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് എഫ് ആകൃതിയിൽ, ഇംഗ്ലീഷ് അക്ഷരമായ എഫ് ആകൃതിയിൽ കാണപ്പെടുന്നത് അല്ലെ? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള കായൽ ഏതാന്ന് ചോദിച്ചാലും ശാസ്താംകോട്ട കായലാണ്. അപ്പൊ ആ ശാസ്താംകോട്ടയല്ലേ? കോട്ടക്ക് നമ്മൾ എന്ത് പറയും? ഫോർട്ട് എന്നാണ് പറയാ. ഫോർട്ടിന് എഫ് ഉണ്ട്, അതുകൊണ്ടാണ് അതിന് എഫ് ആകൃതി കേട്ടോ. അപ്പൊ ശാസ്താംകോട്ട, കോട്ട എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എഫ്, ഫോർട്ട്. എഫ് ഫോർ ഫോർട്ട് എന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോട്ട. അപ്പൊ എഫ് ആകൃതിയിലാണ് ആലോചിച്ചാൽ. ഇത്രയും കണക്ഷനിലൂടെ പഠിച്ചപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. അഷ്ടമുടി കായൽ, ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന വ്യക്തി. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള. ഓക്കെ. എന്നറിയപ്പെടുന്ന വ്യക്തി അല്ല കേട്ടോ. കായൽ ഏതാന്ന് ചോദിച്ചാൽ അത് അഷ്ടമുടി കായലാണ്. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ ഏതാന്ന് ചോദിച്ചാൽ അത് അഷ്ടമുടി കായലാണ്. എന്താണ്? ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് അഷ്ടമുടി കായലാണ്. ഏതാണ്? അഷ്ടമുടി കായൽ. ഓക്കെ. എന്ന് നമുക്ക് എന്താലോചിക്കാം? അഷ്ടമുടി. നമ്മൾ പേരിനെ ആലോചിക്കേണ്ടി വരും. പേരിന് എന്താണ്? പേരിന് തലയിലേക്കുള്ള കവാടമാണ് മുടി. അങ്ങനെ ആലോചിച്ചോട്ടെ നമുക്ക്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ആലോചിച്ച് വെച്ചോട്ടോ. അഷ്ടമുടി കായൽ എന്താണ്? കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന കായൽ ഏതാന്ന് വെച്ചാൽ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ഏതാന്ന് വെച്ചാൽ അത് ഏതാണ്? അഷ്ടമുടി കായലാണ്. അഷ്ടമുടി നമ്മളെങ്ങനെ, ആ മുടി ആലോചിച്ച് നമുക്ക് എന്ത് കിട്ടും? മുടിയിലൂടെ പേന് കയറിയിട്ട് വേണം നമ്മുടെ തലയിലേക്ക് എത്താൻ അല്ലേ? അപ്പൊ തലയിലേക്കുള്ള കവാടമാണ് മുടി. അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഈ സംഭവം കണ്ട നിങ്ങൾ ഏകദേശം മുടി കണക്ട് ചെയ്യും. അപ്പൊ അഷ്ടമുടിയാണ്. കേരളത്തിലെ ആദ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ. കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ ഏതാന്ന് ചോദിച്ചാലും അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലിലെ 8 ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണ് മൺട്രോ തുരുത്ത്. എന്താണ്? മൺട്രോ തുരുത്ത്. ഓക്കെ. മൺട്രോ തുരുത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ മൺട്രോ തുരുത്ത് ഏതു കായലിലാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അഷ്ടമുടി കായലാണ്. മൺട്രോ തുരുത്ത് അഷ്ടമുടി കായലാണ്.
പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിലുള്ള കായൽ. അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? പനയോല, പന, നമുക്ക് ഇങ്ങനെ പന ആലോചിച്ചാൽ നമുക്ക് എന്ത്? പന, ഞാൻ വരച്ചു നോക്കാം. ഇതാണ് പന എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതിന്റെ മേലെയാണ് ഇതിങ്ങനെ പനയോല എങ്ങനെ ഉണ്ടാവും. ഇത് കണ്ടിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് പനയാണെങ്കിൽ ഇത് അതിന്റെ മുടിയല്ലേ? ഇതിന്റെ മുടിയല്ലേ? ഇതിങ്ങനെ പന പോവുകയാണെങ്കിൽ ഈ മേലെ കാണുന്നതൊക്കെ അതിന്റെ മുടിയല്ലേ? ഇങ്ങനെ മുടിയല്ലേ? അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ നമുക്ക് പനയോല നമുക്ക് എങ്ങനെ മുടിയായിട്ട് കണക്ട് ചെയ്യാം? അഷ്ടമുടി. ഓക്കെ, അപ്പൊ പനയോല, പന ഇങ്ങനെ വരച്ചിട്ട് പനയാണെന്ന് ഇത് വിചാരിക്കുക. അത് പനയാണ്. എന്നിട്ട് അതിലിങ്ങനെ ഓലയുണ്ടാവും. ഇത് എന്താണ്? ഇതൊക്കെ അതിന്റെ മുടിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അഷ്ടമുടി പനയോല. പനയോലയുടെയും നീരാളിയുടെ ഒക്കെ ആകൃതിയിൽ കാണപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? അഷ്ടമുടി കായലാണ്. എഫ് ആകൃതിയിൽ ഏതാണ്? എഫ് ഫോർ ഫോർട്ട്. എഫ് എന്താണ്? ഫോർട്ട്. അപ്പൊ ശാസ്താംകോട്ട, കോട്ടയിലല്ലേ രാജ്ഞി ഉണ്ടാവുക. അപ്പൊ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ്? ശാസ്താംകോട്ട കായലാണ് കേട്ടോ. പിന്നെ ഏതാണ്? ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗേറ്റ് വേ, കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന കായൽ ഏതാന്ന് ചോദിച്ചാൽ അഷ്ടമുടി കായൽ. പേനിന് തലയിലേക്ക് കയറാൻ ഏത് കവാടാണ്? മുടിയാണ് അതിന്റെ കവാടം. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടി കായൽ. ആശ്രാമം കായൽ എന്നും അറിയപ്പെടുന്നു. ആശ്രാമം കായലും എന്നും അറിയപ്പെടുന്നു. പിന്നെന്താണ്? പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് അഷ്ടമുടി കായലാണ്. എന്താണ്? പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് എവിടെയാണ്? അഷ്ടമുടി കായലാണ്. 1988 ജൂലൈ 8-നാണ്. 1988 ജൂലൈ 8-നാണ് പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത്. ഇനി പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് ഏത് കായലാന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുവേ ഏതാണ്? അഷ്ടമുടി കായലാണ്. കേരളത്തിലെ ആദ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാലും അഷ്ടമുടി കായലിലാണ്. പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ഏതാന്ന് ചോദിച്ചാലും അഷ്ടമുടി കായലാണ്. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാലും അഷ്ടമുടി കായലാണ്. അതുവരെ നിങ്ങൾക്ക് പെർഫെക്റ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം അതേതാണ്? അത് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാന്ന് ചോദിച്ചാലും പൂക്കോട് തടാകമാണ് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം അതും എന്താണ്? പൂക്കോട് തടാകം. ഞാൻ ഇപ്പൊ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാന്ന് വെച്ചാലും പൂക്കോട് തടാകം. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം ഏതാണ്? മാനാഞ്ചിറ. എങ്ങനെ ആലോചിക്കാം? മാനവ ഉണ്ടാക്കിയതല്ലേ? മാനവർ ഉണ്ടാക്കിയതാണ്. മാനവർ മനുഷ്യർ. അപ്പൊ മാനാഞ്ചിറ, മാനാഞ്ചിറ തടാകമാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം. ഓക്കെ, അപ്പൊ ഈ ഭാഗങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വരാം. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്താൽ പെർഫെക്റ്റ് ആവും. മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഏറ്റവും വലുത് വ. ഓക്കെ, വലുത് എന്താണ്? വലുത് എന്താണ്? വ. അപ്പൊ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് എന്ത് കിട്ടും? വലുത് വേമ്പനാട്ടുകായൽ. ഇനി ശുദ്ധജലം ശാസ്താംകോട്ട. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാന്ന് വെച്ചാൽ ശാസ്താംകോട്ട കായൽ. ഓക്കെ, കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ്? കായലുകളുടെ രാജ്ഞി അല്ലേ? രാജ്ഞി എവിടെ ഉണ്ടാവും? കോട്ട അല്ലെങ്കിൽ കൊട്ടാരം. കോട്ട എന്ന് തന്നെ ആലോചിച്ച് വെക്കണം. കോട്ട. ഓക്കെ, അപ്പൊ കോട്ടയിലാണ് രാജ്ഞി ഉണ്ടാവുക. അപ്പൊ ശാസ്താംകോട്ട കായലാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. അപ്പൊ ആ കോട്ട കണക്ട് ചെയ്ത് നമ്മൾ എന്ത് പഠിച്ചു? ഫോർട്ട്. എഫ് ഫോർ ഫോർട്ട്, കോട്ട. അപ്പം ആ എഫ് എന്താണ്? എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാന്ന് ചോദിച്ചാലും ശാസ്താംകോട്ട കായലാണ്. ഇനി പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത് പനയോലക്ക് എന്താണ്? പനയോല മുടി പോലെ ഇരിക്കല്ലേ? ഈ പന മേലേക്ക് പോയാൽ പനയുടെ മേലല്ലേ അതിന്റെ മുടി ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ നമുക്ക് പനയോല മുടിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഓലയെ നമുക്ക് മുടിയായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ അഷ്ടമുടി കായലാണ് പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അത് പുന്നമട കായലിലാണ്. മദർ തെരേസ വള്ളംകളി നമ്മൾ പറഞ്ഞു ഇപ്പുറത്ത് മദർ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് ഫാദർ വേണം. അപ്പൊ അത് അച്ഛൻ, ഫാദർ അല്ലേ? അച്ഛൻ കോവിലാർ. മദർ തെരേസ വള്ളംകളി നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് അച്ഛൻ കോവിലാർ. ഇനി ശ്രീനാരായണ ഗുരു വള്ളംകളി നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കന്നേറ്റി കായലാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു കന്നേറ്റി കായൽ. ഓക്കെ, അപ്പൊ എല്ലാം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ വേമ്പനാട്ട് കായൽ പഠിച്ചു. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ഇത് പഠിച്ചു അഷ്ടമുടി കായൽ, ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്ന് പഠിച്ചു. അപ്പൊ എല്ലാ ഭാഗവും കിട്ടുന്നുണ്ടാവും. ഓക്കെ, കേരളത്തിലെ ചെറിയ ശുദ്ധജല തടാകം ഏതാന്ന് വെച്ചാൽ അത് പൂക്കോട് തടാകം. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാന്ന് വെച്ചാലും അത് പൂക്കോട് തടാകം. ഓക്കെ, കേരളത്തിലെ മനുഷ്യനിർമ്മിത, മനുഷ്യൻ നിർമ്മിച്ചത് മാനാഞ്ചിറ കായൽ, മാനാഞ്ചിറ തടാകം. ഇനി രോഗങ്ങളും പകരുന്ന രീതികളും. വായുവിലൂടെ പകരുന്നത് ഏതൊക്കെയാണ്? ഇത് നമ്മൾ SCERT തന്നെ അങ്ങനെ എടുത്താൽ നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് പോയിന്റ്സ് ഒക്കെ എടുക്കുന്നത് SCERT എന്നാണ്. നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ SCERT അങ്ങനെ എടുത്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ SCERT ആണ് നിങ്ങളോട് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും SCERT ആണ് ചോദിക്കാൻ ചാൻസ്. അതുകൊണ്ടാണ് ഞാൻ SCERT തന്നെ ബേസ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ വായുവിലൂടെ പകരുന്നത് ഏതൊക്കെയാണ്? ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. വായുവിലൂടെ, ജലദോഷം വായുവിലൂടെ നാച്ചിങ്. അപ്പൊ നമുക്ക് എന്തിനാ മാറിയിരിക്കുന്നത്? തുമ്മല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തുമ്മുമ്പോൾ മുഖം പൊത്തി പിടിക്കണം. അല്ലെങ്കിൽ എന്താണ്? വായുവിലൂടെ നമുക്ക് ജലദോഷം ഉണ്ടെങ്കിൽ അത് പകരും.
അപ്പൊ വായുവിലൂടെ ജലദോഷം പകരുന്നു നമുക്ക് അങ്ങനെ അറിയാം. പിന്നെന്താണ് ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ് ഉള്ള ഒരാളുടെ അടുത്തേക്ക് നമ്മൾ പോവുകയല്ല. അതെന്താ, അടുത്തേക്ക് പോയാൽ കൂടി വായുവിലൂടെയും ശ്വാസത്തിലൂടെയും കൂടെ അത് പകരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ ബോക്സിന് അടുത്തേക്ക് പോകാത്തത്. പിന്നെ ഉള്ളതാണ് അഞ്ചാം പനി അഥവാ മീസിൽസ് അഥവാ അഞ്ചാം പനി. അതും എന്താണ്, അടുത്തേക്ക് പോയാൽ തന്നെ പകരുന്ന ആലോചിച്ചാൽ മതി. അപ്പൊ അതും എന്താണ്, അതും വായുവിലൂടെ പകരുന്നതാണ്. അപ്പൊ ഒന്ന് കിട്ടിയല്ലോ, ജലദോഷം നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അച്ഛൻ തുമ്മരുത് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ കർച്ചീഫൊക്കെ പൊത്തി പിടിച്ച് തുമ്മുന്നത് അഥവാ നമുക്ക് ജലദോഷം ഉണ്ടെങ്കിൽ അത് വായുവിൽ പകർന്നിട്ട് അടുത്ത ആളിലേക്കും എത്തും. അപ്പൊ വായുവിലൂടെ പകരുന്ന രോഗമാണ് ജലദോഷം. പിന്നെ ഏതാണ് ചിക്കൻ പോക്സ്, പിന്നെ ഏതാണ് മീസിൽസ്, പിന്നെ ഏതാണ് ക്ഷയം അല്ലെ. മീസിൽസ് കഴിഞ്ഞാൽ ക്ഷയം. അപ്പൊ ഇത് നാലും ഏതാണ്, വായുവിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങളാണ്. അപ്പൊ കിട്ടിയല്ലോ. ആദ്യം നമ്മൾ ഏത് പഠിച്ചു, അച്ചിൻ എന്നാലോചിച്ചാൽ തുമ്മുന്നത് ആലോചിച്ചാൽ നമുക്ക് ഏത് കിട്ടും, ജലദോഷം. പിന്നെ നമ്മൾ ചിക്കൻ ബോക്സ് അല്ലെ, ചിക്കൻ ബോക്സിലുള്ള ആളുടെ അടുത്തേക്ക് നമ്മൾ പോവുകയല്ലേ, എന്തുകൊണ്ടാണ്, അത് വായുവിലൂടെ കൂടെ പകരും. അതുകൊണ്ടാണ് ആ ഏരിയക്കേ നമ്മൾ പോകില്ല. ചിക്കൻ ബോക്സ് ഉള്ള ആളെ അടച്ച് കൂട്ടിയിട്ട് ഒരു മുറിയിലിടും, അങ്ങനെ ആലോചിച്ചാൽ മതി. അത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചാൽ മതി, വായുവിലൂടെ കൂടെ അത് പകരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ചിക്കൻ ബോക്സ് അല്ലേ രണ്ടാമത്തെ. പിന്നെ നമ്മൾ ഇത് പഠിച്ചു അഞ്ചാം പനി അഥവാ മീസിൽസ് അഥവാ അഞ്ചാം പനി. മീസിൽസും ഇതുപോലെ വായുവിലൂടെ പകരുന്നതാണ്. അപ്പൊ മീസിൽസ് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഏതാണ് മീസിൽസ്, ഇനി പഠിക്കാൻ നിങ്ങൾക്ക് പേര് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിസൈൽ ആലോചിച്ചാൽ മതി. മിസൈൽ വായുവിലേക്ക് കടത്തി വിടുന്ന, മിസൈൽ വായുവിലേക്ക് വിടുകയല്ലേ, അപ്പൊ മിസൈലിന് എന്തെങ്കിലും ആലോചിച്ച് വെച്ചാൽ മതി, എങ്ങനെയും കണക്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഏത് പറഞ്ഞു, ക്ഷയം വായുവിലൂടെ പകരുന്ന രോഗമാണ്. അപ്പൊ 4 കിട്ടിയല്ലോ. ഇനി എന്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തന്നാൽ കിട്ടൂലേ, വായുവിലൂടെ പകരുന്ന ഏതൊക്കെയാണ്, ജലദോഷം, പിന്നെ ഏതാണ് ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം വായുവിലൂടെ കേട്ടോ. ജലദോഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർഡർ കിട്ടിയാൽ മതി. അതിനാണ് ഞാൻ ഓർഡറിൽ ഒന്ന് ഒപ്പം പറയാൻ പറഞ്ഞത്. ജലദോഷം, പിന്നെ ഏതാണ് ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. അപ്പൊ 4 ഒപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം നമുക്ക് അറിഞ്ഞാൽ തന്നെ ബാക്കി 3 നമുക്ക് ഏതാന്ന് കിട്ടും, വായുവിലൂടെയാണ് നമുക്ക് കിട്ടും. പിന്നെ വെള്ളം, ആഹാരം എന്നിവയിലൂടെ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഈ കോളറ വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും അതുപോലെ തന്നെ ഭക്ഷണത്തിലൂടെ ഉണ്ട്. അതും ഞാൻ കണക്ട് ചെയ്യാൻ ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ വെള്ളം, ആഹാരം എന്നിവയിലൂടെയാണ് എലിപ്പനി. അതിന് നമുക്ക് എന്തായാലും ഈ എലി എവിടെയെങ്കിലും മൂത്രയിച്ച് വെച്ചാൽ അതിൽ വെള്ളം കലർന്നിട്ട് നമ്മൾ അതിൽ പോയി ചവിട്ടിയ ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് നമുക്ക് അത് കിട്ടൂലേ, എലിപ്പനി അങ്ങനെയാണ് പകരുന്നത് എന്ന് ആലോചിച്ചാൽ മതി. ജസ്റ്റ് ആലോചിക്കാൻ പറഞ്ഞു തരാണ്. എലി വെള്ളത്തിൽ എന്തെങ്കിലും മൂത്രയിച്ച് വെച്ചു, അല്ലെങ്കിൽ എലി നിലത്ത് മൂത്രയിച്ച് വെച്ചു, എന്നിട്ട് നമ്മൾ വെള്ളം കലർന്നാലും ആ വെള്ളത്തിൽ നമ്മൾ പോയി ചവിട്ടി കഴിഞ്ഞാൽ നമുക്കത് പകരും. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്താണ്, വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് എലിപ്പനി. പിന്നെ ഏതാണ് ടൈഫോയിഡ്. ആ ടൈഫോയിഡ് എന്നുള്ളത് മാറ്റി നിങ്ങൾ ഫുഡ് നാക്കുക. ടൈഫോയിഡ് അല്ലേ, ഈ ഫോയിഡിന്റെ സ്പെല്ലിംഗ് എന്താണ്, FOID. ഈ ഫോയിഡ് FOID എന്നല്ലേ, ഈ ഇത് മാറ്റിയിട്ട് അതും കൂടി പൂജയാക്കി കഴിഞ്ഞാൽ ഫുഡായില്ലേ, പൂജ അല്ല ഓ ആക്കി കഴിഞ്ഞാൽ അതും ഫുഡായി. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് കേട്ടോ. ടൈഫോയിഡ്, ഫോയിഡ് അല്ല, ടൈഫോയിഡ് ഫുഡ്. ഫോയിഡ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് എന്താണ്, ഫുഡ്, ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ്, എലിപ്പനി, ടൈഫോയിഡ്. പിന്നെ ഏതാണ്, കോളറ, മഞ്ഞപ്പിത്തം. ഇത് 4 എങ്ങനെയാണ്, വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്നതാണ്. ഏതൊക്കെയാണ്, എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. എലിപ്പനി നിങ്ങൾക്ക് കണക്ട് ചെയ്യാലോ. പിന്നെ ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഇതൊക്കെ എങ്ങനെയാണ്, വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും. ഏതൊക്കെയാണ്, എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. അവിടെ നമ്മൾ ഏത് പഠിച്ചു, വായുവിലൂടെ നമ്മൾ ഏതൊക്കെ പഠിച്ചു, ജലദോഷം അല്ലെ, ജലദോഷം. പിന്നെ ഏതാണ്, ചിക്കൻ പോക്സ്. പിന്നെ ഏതാണ്, അഞ്ചാം പനി അഥവാ മീസിൽസ്. പിന്നെ ഏതാണ്, ക്ഷയം. അത് 4 നമുക്ക് കിട്ടിയേ. പിന്നെ ഇവിടെ നമ്മൾ ഏത് പഠിച്ചു, ആദ്യം ഏതാണ്, എലിപ്പനി ആദ്യം പഠിച്ചു. അപ്പൊ എലിപ്പനി കിട്ടി. പിന്നെ അടുത്ത ഏതാണ്, ടൈഫോയിഡ് മാറ്റി ഫുഡ് ആക്കണം. പിന്നെ കോളറ. പിന്നെ അടുത്തത് ഏതാണ്, കോളറ കഴിഞ്ഞ മഞ്ഞപ്പിത്തം, കോളറ, മഞ്ഞപ്പിത്തം. ഇത് 4 ആണ് ഏതിലൂടെ പകരുന്നത്, വെള്ളം, ആഹാരം എന്നിവയിലൂടെ. ഇനി ഈച്ച മുഖേന. കോളറ നമ്മൾ പറഞ്ഞു ആഹാരത്തിലൂടെയാണ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ഈ ആഹാരത്തിൽ ചെന്നിട്ട് ഈ ഈച്ച എവിടെയെങ്കിലും പോയിരുന്നിട്ട് ആഹാരത്തിൽ വന്നിരിക്കുന്നു, അത് നമ്മൾ കഴിക്കുന്നു, അങ്ങനെ ഈച്ച മുഖേന അത് പകരുകയല്ലേ ചെയ്യാം. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഈച്ച ആഹാരത്തിൽ വന്നിരിക്കുന്നു, അപ്പൊ ആഹാരത്തിലും കോളറ ഉണ്ടെന്ന് കിട്ടി. പിന്നെ ഏതാണ്, ഈച്ച പരത്തുന്നതാണെന്നും കിട്ടി. അപ്പൊ ഈച്ച എവിടെയെങ്കിലും പോയിരുന്നിട്ട് പിന്നെ വന്നിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഇരിക്കുന്നു, അതേ ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, അതുകൊണ്ട് നമുക്ക് കോളറ വരുന്നു. അതുപോലെ തന്നെ വയറിളക്കം. രണ്ടും നമുക്കറിയാം എന്തുകൊണ്ടാണ്, കേടായ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഈച്ച എവിടെയെങ്കിലും കേടായ സ്ഥലത്ത് പോയിരിക്കുന്നു, അതിൽ നിന്ന് നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കുന്നു, അതേ ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, അതുകൊണ്ട് നമ്മൾക്ക് കോളറ, അതുപോലെ തന്നെ വയറിളക്കം എന്നിവ വരുന്നു. ഓക്കെ. ഇനി കൊതുക് മുഖേന ഏതൊക്കെയാണ്, മന്ത് എല്ലാവർക്കും അറിയാം. മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഇത് 4 കൊതുക് മുഖേനയാണ്. ഏതൊക്കെയാണ്, മന്ത്, മലമ്പനി. മനസ്സിലാക്കി വെച്ചോ, മന്ത്, മലമ്പനി, ചിക്കൻ ഗുനിയ. പിന്നെ ഏതാണ്, ഡെങ്കിപ്പനി. മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഈച്ച ഏതൊക്കെയാണ് പകർത്തുന്നത്, അത് കോളറ. പിന്നെ ഏതാണ്, വയറിളക്കം. അത് നമുക്കറിയാം, സാമാന്യ ബോധത്തിൽ ആലോചിച്ചാൽ മതി. ഈച്ച ഓരോ വേസ്റ്റ് ആയ സ്ഥലത്ത് പോയിരിക്കുന്നു, അവിടെ നിന്ന് നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കുന്നു, അത് നമ്മൾ കഴിക്കുന്നു, അതുകൊണ്ട് നമുക്ക് കോളറ വരുന്നു അല്ലെങ്കിൽ വയറിളക്കം വരുന്നു.
ഓക്കെ, കൊതുക് മുഖേന മന്ത്, മലമ്പനി, ചിക്കൻ ഗുനിയ, പിന്നെ ഏതാണ് ഡെങ്കിപ്പനി അല്ലെ, അങ്ങനെ 4 ഓക്കെ. സമ്പർക്ക മുഖേന ഏതാണ് ചെങ്കണ്ണ്, കുഷ്ഠം. അത് നമുക്കറിയാം, ചെങ്കണ്ണ് സമ്പർക്ക മുഖേന വരുന്നതാണ്. അപ്പൊ ചെങ്കണ്ണ്, കുഷ്ഠം എന്നിവ സമ്പർക്കം മുഖേന. ഓക്കെ, സമ്പർക്ക മുഖേന ഏതൊക്കെയാണ്? ചെങ്കണ്ണ്, കുഷ്ഠം. ചെങ്കണ്ണ്, കുഷ്ഠം എന്നിവ സമ്പർക്കം മുഖേന വരുന്നു. കൊതുക് മുഖേന ഏതൊക്കെയാണ്? മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഇനി ചിക്കൻ പോക്സ് ചോദിക്കുകയാണെങ്കിൽ ചിക്കൻ പോക്സ് വായുവിലൂടെയാണ്. നമുക്കറിയാം, ചിക്കൻ പോക്സ് ഉള്ള ഒരാളുടെ അടുത്ത് നമ്മൾ പോവുകയല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ആലോചിച്ച് അതും കിട്ടും. ഈച്ച മുഖേന നമുക്കറിയാം കോളറ, വയറിളക്കം. ഈച്ച എവിടെയെങ്കിലും പോയിരിക്കുന്നു, നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കുന്നു, അതേ ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, അതുകൊണ്ട് നമുക്ക് എന്ത് വരുന്നു? കോളറ, വയറിളക്കം എന്നിവ വരുന്നു. വെള്ളം, ആഹാരം എന്നിവയിലൂടെ എലിപ്പനി. ഒന്ന് എലിപ്പനി പറഞ്ഞു തന്നു, പിന്നെ ടൈഫോയിഡ്, ഫോയിഡ് മാറ്റി ഫുഡ് ആക്കാൻ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. പിന്നെ ഏതാണ്? കോളറ, മഞ്ഞപ്പിത്തം. അങ്ങനെ 4 കിട്ടിയേ. ഇനി വായുവിലൂടെ ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം. ഓക്കെ, മീസിൽസ്, ക്ഷയം. ഇങ്ങനെയൊക്കെയാണ് ഓർഡർ. കിട്ടിയല്ലോ. അപ്പൊ ഓർഡറിൽ എല്ലാം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഓർഡറിൽ ഒന്നും കൂടി നോക്കാം. വായുവിലൂടെ ഏതൊക്കെയാണ്? വായുവിലൂടെ നമ്മൾ എന്ത് പറഞ്ഞു? ജലദോഷം. അച്ചീം തുമ്മിയിട്ട് നമുക്ക് ജലദോഷം പകരും. അപ്പൊ ജലദോഷം. പിന്നെ നമ്മൾ ഇത് പറഞ്ഞു, അതുപോലെ തന്നെ ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് ഉള്ള ആളുടെ അടുത്തേക്ക് പോകല്ലേ. എന്തുകൊണ്ടാണ്? ശ്വാസത്തിലൂടെ കൂടെ അത് പകരുന്നുള്ള പേടിയാണ്. അപ്പോൾ വായുവിലൂടെ പകരുന്നതാണ് ചിക്കൻ പോക്സ്. പിന്നെ ഏതാണ്? മീസിൽസ് അഥവാ 5ാം പനി, പിന്നെ ക്ഷയം. അതൊക്കെ വായുവിലൂടെ. ഇനി വെള്ളം, ആഹാരം എന്നിവയിലൂടെ എലിപ്പനി അല്ലെ. എലിപ്പനി, വെള്ളം, ആഹാരം എന്നിവയിലൂടെയാണ്. പിന്നെ എന്താണ്? ടൈഫോയിഡ് അല്ലെ, ടൈഫോയിഡ് ആണ്. പിന്നെ ഏതാണ്? കോളറ. പിന്നെ ഏതാണ്? മഞ്ഞപ്പിത്തം. ഓക്കെ. പിന്നെ ഈച്ച മുഖേന നമുക്കറിയാം കോളറ, അതുപോലെ തന്നെ വയറിളക്കം. അത് ഈച്ച മുഖേനയാണ്. പിന്നെ കൊതുക് മുഖേന മന്ത്, മലമ്പനി, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി കൊതുക് മുഖേന വരുന്നത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മന്ത്, മലമ്പനി. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വെച്ചോ. മന്ത്, മലമ്പനി. ചിക്കൻ ഗുനിയും ഡെങ്കിപ്പനി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. എന്താണ്? കൊതുക് മുഖേന എന്ന് അറിയാം. പിന്നെ ഏതാണ്? മന്ത്, മലമ്പനി. ഇത് രണ്ടും കൊതുക് മുഖേനയാണ്. അത്ര ആലോചിച്ച് വെച്ചാൽ മതി. പിന്നെ ലാസ്റ്റ് സമ്പർക്ക മുഖേന ചെങ്കണ്ണ്, കുഷ്ഠം എന്നിവ. ഓക്കെ അല്ലേ? ഇതുവരെ പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓരോ ഭാഗങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്ത് വരട്ടെ. ഏതെങ്കിലും ഭാഗങ്ങൾ ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ റിവൈസ് ചെയ്ത് അത് പെർഫെക്റ്റ് ആക്കി വെക്കുക. പിന്നെ നിങ്ങൾ മറക്കുകയോ ചെയ്യരുത്. LGS എക്സാം ആണ്, ഞാൻ പറഞ്ഞു. കൺഫ്യൂസിംഗ് ഫാക്ടുകളുടെ അയ്യരുകളിയാവും അവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരരുത്. നമ്മുടെ ചാനലിൽ പഠിക്കുന്ന ആർക്കും കൺഫ്യൂഷൻ വരരുത്, വരില്ല. നമ്മൾ അതിനാണ് കോഡുകളിലൂടെയും കണക്ഷനിലൂടെ ഒക്കെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ആ കോഡുകളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണമെങ്കിലും പിന്നെ ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. അപ്പോൾ പറ്റുന്നത്ര റിവൈസ് ചെയ്യുക, പെർഫെക്റ്റ് ആക്കിയിട്ട് തന്നെ എപ്പോഴും എക്സാമിന് പോവുക. എക്സാമിനൊക്കെ പോകണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും അത്രക്ക് പെർഫെക്റ്റ് ആണ്, ഒരു സംശയം ഉണ്ടാവില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് ചോദ്യം മാത്രം തന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ കൂടി കണ്ടാൽ കിട്ടൂലേ. അപ്പോൾ അതുപോലെ തന്നെ കൺഫ്യൂഷൻ ആവരുത്. കൺഫ്യൂഷൻ ആവാനുള്ള ഒരു വഴിയില്ല. നമുക്ക് അതിനാണ് നമ്മൾ കോഡിലൂടെയും കണക്ഷനിലൂടെ ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ അത്രയും പെർഫെക്റ്റ്. നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ കണ്ടതും പോയി കറക്കി കുത്തരുത്. ആദ്യത്തെ ഓപ്ഷൻ കണ്ടോ നമുക്ക് തോന്നും ഈ ഓപ്ഷൻ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് കുത്താൻ തോന്നും. നമ്മളെല്ലാം വായിച്ചാൽ നമുക്ക് സുഖമായിട്ട് കിട്ടാനുള്ള ആൻസർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ധൃതി വേണ്ട, ആവേശം വേണ്ട. നമുക്ക് പതുക്കെ അറ്റൻഡ് ചെയ്താൽ മതി. നമ്മൾ ടൈം മാനേജ്മെന്റ് ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ തന്നിട്ട് നമ്മൾ ആ രീതിയിലാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ടൈം ഒക്കെ കിട്ടും. അപ്പൊ നല്ല രീതിയിൽ തന്നെ സിമ്പിൾ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. അധികം സ്ട്രെസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല കാമായിട്ട് നല്ല സമാധാനത്തിൽ അറ്റൻഡ് ചെയ്യുക. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ എല്ലാ ഓപ്ഷനും വായിക്കാതെ എല്ലാ ചോദ്യങ്ങളിലും ശ്രദ്ധിക്കുക. എല്ലാ ഓപ്ഷനും നിങ്ങൾ വായിച്ചിരിക്കണം. ഓക്കെ, അപ്പോഴുള്ളൂ നിങ്ങൾക്ക് ഉറപ്പാക്കാൻ പറ്റുക ഇത് തന്നെയാണ് ഉത്തരം എന്ന് ഉറപ്പാക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനും വായിക്കണം കേട്ടോ. അപ്പൊ എല്ലാ ഓപ്ഷനും വായിച്ച ശേഷം മാത്രം ആൻസർ അറ്റൻഡ് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണെങ്കിൽ കൂടി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ അത്ര എളുപ്പമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിരിക്കും കൂടുതൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുക, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിലേക്കും. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് ഡൗട്ട് വന്നാലും അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് അറിയില്ലെങ്കിലും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പെർഫെക്റ്റ് ആയിട്ട് അറിയുമെങ്കിൽ മാത്രം നമുക്ക് ഡിലീഷൻ മെത്തേഡിലൂടെ നമുക്ക് ആൻസറിൽ എത്താൻ പറ്റും അല്ലേ. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ 4 സ്റ്റേറ്റ്മെന്റ് തന്നു, ഒന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ മതി. ഇത് ഉറപ്പാണ് എനിക്ക് ശരിയാണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഡിലീഷൻ മെത്തേഡിലൂടെ ഒരുപക്ഷെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിലെയും പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ ടിപ്സും നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞുതരാം. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക കേട്ടോ. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾക്കും അത്രയേറെ വില ഉണ്ട്. ഞാൻ പറ്റുന്ന അത്രയും വായിക്കുന്നുണ്ട്. പലരുടെ അഭിപ്രായങ്ങൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഒരുപാട് നന്ദി. നല്ല അഭിപ്രായങ്ങളൊക്കെ ഇടുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി നിങ്ങളോട് അറിയിക്കുകയാണ്. നല്ല അഭിപ്രായങ്ങളാണ്. പലരുടെ അഭിപ്രായങ്ങൾ കാണുമ്പോൾ ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്